നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മളുടെ മുണ്ടൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ്. കോടികൾ ചിലവഴിച്ചിട്ട് അവിടെ നേരത്തെ പാടങ്ങളായിരുന്നു, അത് നികത്തി കോടികൾ ചിലവഴിച്ചിട്ട് നിർമ്മിച്ചൊരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ എനിക്ക് തോന്നുന്നൊരു 5-8 മാസം മുമ്പ് ഞാൻ ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അന്ന് അവിടുത്തെ മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ് കയറ്റാനുള്ള സംവിധാനം ചെയ്യാം എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പാലക്കാട് RTOയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാലക്കാട് കളക്ടറോടും അതുപോലെ തന്നെ കോങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ളിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ് കയറ്റാനുള്ള സംവിധാനം ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നാണ് എന്നോട് അവർ പറഞ്ഞിരുന്നത്. ആ പറഞ്ഞിട്ട് ഏകദേശം 5-8 മാസം കഴിയും. എന്നിട്ട് പോലും ഇന്നലെ വരെ ഒരു ബസ് പോലും അതിനുള്ളിൽ കയറിയിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക, കുറച്ച് ബസ്സുകൾ കയറി എന്നല്ലാതെ അതിനുശേഷം ഒരു ബസ് പോലും കയറിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴും അവിടുത്തെ പോലീസുകാരോ മറ്റേ ഹോം ഗാർഡും നിന്ന് നിർബന്ധപൂർവ്വം അവിടെ ബസ്സുകൾ കയറ്റി വിട്ടു. അതിൻ്റെ ആ സമയം, അതിൻ്റെ ചൂട് കഴിഞ്ഞ ഉടനെ ഒരു ബസ് പോലും അവിടെ കയറിയിട്ടില്ല. ഞാൻ ബസ് ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് പഴയ സമയം തന്നെയാണ്, പുതിയ സമയം ഞങ്ങൾക്ക് പുതുക്കി നൽകിയിട്ടില്ല. പുതിയ സമയം നൽകാതെ പഴയ സമയം മാത്രം കൊണ്ട് ഞങ്ങൾക്ക് ബസ്സിൽ കയറി ഞങ്ങൾക്ക് സമയം പോകും. അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പിഴ ഈടാക്കുമെന്നാണ് ആ ബസ്സിലെ ജീവനക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ മുണ്ടൂർ ബസ് സ്റ്റാൻഡിലെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. എന്താണ് ഇന്നലത്തെ ഈ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ പിള്ളേർ വന്നു ഇല്ലേ, ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടേ, പിന്നെ വിളിച്ചാൽ നിങ്ങൾ വിളിക്കുമല്ലോ, വേണ്ട പിന്നെ ഞാൻ വിളിക്കാം. കണ്ടില്ലേ നമ്മുടെ മുണ്ടൂർ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ? ഇന്നലെ കണ്ട കാഴ്ചയാണത്. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഇപ്പം എല്ലാ വ്യാഴാഴ്ചയും അവിടെ ചന്ത നടക്കുന്നുണ്ട് എന്നാണ് എന്നോട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. എന്തായാലും ബസ് കയറിയില്ലെങ്കിലും ഒരു വരുമാനമല്ലോ. അതിന് അവിടുത്തെ മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇങ്ങനൊരു കാര്യം ചെയ്യാം, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഓരോ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുക. കുറേ സ്ഥലം പാടങ്ങൾ നികത്തിയിട്ടും മറ്റും നികത്തിയിട്ട് കൃഷിസ്ഥലങ്ങൾ നികത്തിയിട്ട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. അവിടെ ബസ് കയറിയില്ലെങ്കിലും ഇതുപോലെ ചന്ത നടത്താമല്ലോ. നല്ല സ്ഥലമാണ്, നല്ല സ്ഥലം കിട്ടും, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വരാം, ഇഷ്ടംപോലെ
ഇഷ്ടംപോലെ ആളുകൾ വരും, ഇഷ്ടംപോലെ കച്ചവടക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വാടക കിട്ടും. നല്ല ഐഡിയ അല്ല അതെല്ലാം. അവിടുത്തെ ഈ മുണ്ടൂർ ബസ് സ്റ്റാൻഡിലകത്തെ കെട്ടിടങ്ങളൊക്കെ അവസ്ഥ നോക്കണം. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തു, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. എപ്പോഴാണ് ഓരോ കടക്കാരുടെ അവിടെ ഇപ്പോൾ ഒന്ന് കുറേ കടകൾ പോയിട്ടില്ല, വാടകയ്ക്കൊന്നും പോയിട്ടില്ല. 1-2 കട മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് അതെല്ലാം കടകളിലെ ആളുകളുടെ തലയിൽ കൂടെ വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. കോടികൾ ചിലവഴിച്ചിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണത്. ഉദ്ഘാടനമൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് കഴിഞ്ഞു. ബഹുക്കേമമായിട്ട് ചിങ്കാരിമേള മറ്റും കാര്യങ്ങളൊക്കെ, താലപ്പൊലി എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു. എന്നിട്ടുള്ള അവസ്ഥ നോക്കണം. അതുതന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഓരോ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. കോടികൾ ചിലവഴിച്ച് നല്ല അടിപൊളി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. അവിടെ ബസ് കയറിയിട്ടില്ല പോട്ടെന്നേ, ഇതുപോലെ മാർക്കറ്റ് നടത്താമല്ലോ, ഇതുപോലെ കടകൾ കോംപ്ലക്സ് കേട്ടല്ലോ. നല്ല ഇതല്ലേ. എങ്ങനെ നമുക്ക് വരുമാനം പറ നമുക്ക്. പിന്നെ അവിടെ ഈ മുണ്ടൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ അവർ വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. രാത്രി ആയാൽ അവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യമുണ്ട്. അവിടെ വെള്ളമടി കാര്യങ്ങൾ അടിപൊളി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഞാൻ അവിടെ എൻ്റെ ബൈക്ക് നിർത്താൻ പോയപ്പോൾ അവിടെ കോളേജ് സ്കൂളിൽ പിള്ളേർ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണണം. എന്തായാലും അതായത് ഈ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് രാത്രിയായാലും വെള്ളമടിക്കാനും, അതുപോലെ തന്നെ കോളേജ് പിള്ളേർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം വന്ന് ശല്യം അവിടെ പേക്കൂത്തുകൾ കാണിക്കാനും ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തതിന്, ഒരു സൗകര്യം ചെയ്തു കൊടുത്തതിന് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ, ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് വേണം. ഇതാണ് നമുക്ക് ഈ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാക്കാം ഈ ബസ് സ്റ്റാൻഡ്. ഇനിയൊരു കാര്യം ചെയ്യാം. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ആ ബോർഡ് മാറ്റിയിട്ട്, കവാടം മാറ്റിയിട്ട് നല്ല വലിയൊരു കവാടം വയ്ക്കുക, നല്ല ലെവലിൽ. ഇനി ഒരു 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ചിലവർക്ക് നല്ല കവാടം വെച്ചിട്ട് മുണ്ടൂർ ചന്തപ്പുര എന്ന് എഴുതി വയ്ക്കുക നല്ലത്. അതാണ് അതിന് ഉചിതം, യോജ്യമായിട്ടുള്ളത്. ഇപ്പോഴത്തെ കവാടം മാറ്റുക, എന്നിട്ട് കോടികൾ ഒരു 10 ലക്ഷം 50 ലക്ഷം ചിലവയ്ക്ക് നല്ലൊരു കവാടം ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റിയിട്ട് മുണ്ടൂർ ചന്തപ്പുര എന്നവിടെ ഒരു ബോർഡ് വയ്ക്കുക. അതാണ് നല്ലത്. അല്ലാതെ പിന്നെ എന്ത് പറയാം. വേറെ രസം, അവിടുത്തെ ഈ മുണ്ടൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്നത് BJPക്കാരാണ്. അവർ ഇതിനെക്കുറിച്ച്, ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് അവസ്ഥയെക്കുറിച്ച് എന്താണെന്ന് പോലും ഒരു പ്രതികാരം നടത്തിയിട്ടില്ല. ഇനി സ്വകാര്യമായിട്ട് നടത്തി എനിക്കറിയില്ല. പരസ്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നാണ്. അതുപോലത്തെ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഇവരൊക്കെ രാഷ്ട്രീയക്കാർ വെള്ളയും ഇട്ട് നടക്കുകയല്ലാതെ ഒരു പ്രതികരണം പോലും ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അത് രാഷ്ട്രീയക്കാരിലൊക്കെ ഇത് തന്നെയാണ്. രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നാണ്. അണികൾ മാത്രം കൊടി പിടിക്കാനും തല്ലുകൊള്ളാനും പോകുന്നുള്ളൂ. ബാക്കി നേതാക്കന്മാരൊക്കെ ഒരേതാണ്, എന്താ പറയുക, ഒരു സർക്കിളിൽപ്പെട്ടവരാണ് അവരെല്ലാം. സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി മറ്റോ പറയുന്ന ഡയലോഗുണ്ട്, അവർ തമ്മിലൊരു അന്തർധാര എന്ന് പറയില്ല, അന്തർധാരയുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പ്രതികരിക്കാത്തത്. ഒരു പ്രതികരണം പോലെ BJPക്കാരോ പ്രതിപക്ഷത്തിരിക്കുന്ന BJP മെമ്പർമാരോ കോൺഗ്രസ് മെമ്പർമാരോ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. ഇവരൊക്കെയാണ് അവിടെ എന്താ പറയുക ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ നടക്കുന്നവരൊക്കെ. നിങ്ങൾക്ക് ഷെയിം തോന്നില്ല? നിങ്ങൾക്കെല്ലാം നാണക്കേട് തോന്നില്ലേ?
വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ഈ ബസ് സ്റ്റാൻഡിൽ മറ്റ് ചന്ത നടത്താനുള്ള അനുമതി കൊടുത്തതിനും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് വെള്ളമടിക്കാനും അടിപിടി കൂടാനും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കും അവിടെ വന്ന് സല്ലപിക്കാനും അവിടെ പേക്കൂത്ത് നടത്താനും ഉള്ള സൗകര്യം ചെയ്തു കൊടുത്ത മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എൻ്റെ വക ഒരു അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം.